നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പണ്ടേ മാധ്യമങ്ങൾ അലർജിയാണ്. ആദ്യമായി അദ്ദേഹം മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ചയായതാണ്. പിന്നീട് അങ്ങോട്ട് പലതവണയും മാധ്യമങ്ങളോട് അദ്ദേഹം പരസ്യമായി തന്നെ പൊതുവേദിയിൽ വെച്ച് ഇത്തരത്തിൽ ക്ഷോഭിക്കുന്ന വാർത്തകളും നമ്മൾ കാണാറും കേൾക്കാറുമുള്ളതാണ്. എന്തിനേറെ മൈക്കിനോട് വരെ അദ്ദേഹം എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വാർത്തയടക്കം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലും വാർത്തകളെല്ലാം തന്നെ ചർച്ചയായത്. ഈ അടുത്ത് ഏറ്റവും അടുത്തായിട്ടുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്ന അവതാരിക നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞുകൊണ്ട് അത്തരം കമന്റുകളൊന്നും വേണ്ട, അടുത്ത ആളെ വിളിച്ചോളൂ എന്ന് വളരെ ദേഷ്യത്തോടെ വളരെ മുഖമെല്ലാം കറുപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടതാണ്. അന്നെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ദേഷ്യം വരുന്നതിനെ കുറിച്ചിട്ട് കേരളം ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സംഭവം കൂടെ ഇന്നുണ്ടായതാണ്. ചോദ്യങ്ങൾക്ക് മുൻപിൽ നിന്ന് അദ്ദേഹം ഓടി മാറും ചെയ്യും, എന്നിട്ട് ഇരട്ട ചങ്കൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുവാനുള്ള തിരക്കാണ് ഇവിടെ. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങൾ പലപ്പോഴും കൃത്യമായ സമയം നിശ്ചയിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങൾ പറയുകയാണ്. അത് പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ പരിപാടി 6 മണി വാർത്താ സമ്മേളനമായി പിൻകാലത്ത് അറിയപ്പെട്ടു. അന്ന് ആ സമയങ്ങളിൽ അദ്ദേഹം എന്നും 6 മണി സമയമാകുമ്പോൾ വരും. അന്നത്തെ കോവിഡ് റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി തന്നെ വായിക്കും. ഏതൊക്കെ ജില്ലയിൽ എത്രത്തോളം ആളുകൾക്ക് അസുഖം വന്നിട്ടുണ്ട് തുടങ്ങിയുള്ള കൃത്യമായി അദ്ദേഹം അത് നോക്കി വായിക്കുന്ന ഒരു പതിവ് രീതി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പിന്നീട് കോവിഡ് മാറി വന്നപ്പോൾ അത് നിൽക്കുകയായിരുന്നു. പിന്നീട് വിവാദ വിഷയങ്ങൾ വരുമ്പോൾ ഉൾവലിയുന്നതിന്റെ ഭാഗമായി ഈ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ നിശ്ചലമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപിൽ പിണറായി എത്തുന്നുണ്ട്. ഏറെ കാലത്തിന് ശേഷമാണ് ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചത്. ED CPM-നെ തേടിയെത്തുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് പിണറായി ഇന്നത്തെ വാർത്താ സമ്മേളനം തുടങ്ങിയതും നടത്തിയതും. ഇന്ന് രാവിലെ 9:30 മുതൽ തുടങ്ങിയ വാർത്താ സമ്മേളനം 10 മണിയായപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചു. അത് കൃത്യം 10 മണിയായപ്പോൾ. വെട്ടിലാകുന്ന ചോദ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് എത്തിയതോടെയാണ് പിണറായി ഇന്ന് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അരമണിക്കൂറിന് ശേഷം 10 മണിക്കാണ് വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചത്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി 10 മണിയായെന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഒറ്റ കാര്യവും ഇനിയില്ല, 10 മണി വരെയാണ് നമ്മൾ വാർത്താ സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞു. നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ പോലെ ഉള്ളവരെ ഞാൻ വേറെ കാണും, അപ്പോൾ പറഞ്ഞോളാം. ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ, നിങ്ങളുടെ വാച്ചിൽ 10 മണി ആയിട്ടുണ്ടാകും, നോക്കിക്കോ, അപ്പോൾ ബാക്കി കാര്യം പിന്നീട് എന്നാണ് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. പിന്നീട് അവിടുന്ന് എണീക്കുകയും മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് അദ്ദേഹം എണീക്കുകയായിരുന്നു. അതേസമയം തന്നെ പല ചോദ്യങ്ങളും ഈ ഒരു ED-യുടെ വരവുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പറയാതെ അവിടെ നിന്ന് വളരെ ദേഷ്യപ്പെട്ട് എണീറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ED-യുടെ നടപടികളെ കുറിച്ച് ആവർത്തിച്ച് ചോദ്യം വീണ്ടും ചോദിച്ചിട്ടും മറുപടി പറയാൻ കൂട്ടാക്കാതെയാണ് മുഖ്യമന്ത്രി അവിടെ നിന്ന് എണീറ്റ് പോയത്. 10 മണിക്ക് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതോടെയാണ് 10 മണി ആകുകയും വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയുമായിരുന്നു. ഈ കേസിൽ സർക്കാർ നടപടികൾ വളരെ കൃത്യമായി വിശദീകരിച്ച മുഖ്യമന്ത്രി വിധി ഞെട്ടലുണ്ടാക്കിയെന്നും പറഞ്ഞു. പക്ഷേ പിന്നീട് വന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം കൃത്യമായി മറുപടി പറയാൻ കൂട്ടാക്കിയില്ല എന്ന് തന്നെ വേണം പറയാൻ. മറ്റുള്ള ചോദ്യങ്ങളിൽ നിന്നല്ല, സർക്കാരിനെ വെട്ടിലാക്കുന്ന, പാർട്ടിയെ വെട്ടിലാക്കുന്ന പല ചോദ്യങ്ങളും മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് ഇന്ന് നമ്മൾ കണ്ടത്.